ഇതേ ഹോളിൽ 10 വർഷം മുൻപ് ഇതേ ഹോളിൽ അന്ന് ഖത്തർ നിലമ്പൂർ കൂട്ടം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വാർഷികത്തിന് RJ ആയിട്ട് പുള്ളി വന്നിരുന്നു. അന്ന് ഞാനും ഇതേപോലെ അപ്പൊ പുള്ളി ഇങ്ങനെ കുട്ടികളെയൊക്കെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി കുളക്കര കളിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഗെയിമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ചോദ്യോത്തര വേളകൾ ഉണ്ടായിരുന്നു. ആ വേളന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി സ്റ്റേജിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളെ വോയിസ് ഭയങ്കര രസമുള്ളൊരു വോയിസ് ആണ് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിങ്ങനെ പുറത്ത് തട്ടിയിട്ട് അങ്ങനെ വിട്ടതാണ്. എന്തോ ഭാഗ്യം പോലെ 10 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു ജനുവരി മാസത്തിലാണത് ഉള്ളത്. ഇതേ വേദിയിൽ അതേ ഹോളിൽ ഇത്രയധികം ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവതാരകനാകുകയും ഇദ്ദേഹം ഗസ്റ്റായിട്ട് ഇവിടെ എത്തുന്ന ഇത് ഈ ഒരു സമയം വളരെയധികം വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേരിട്ട് ഇങ്ങനെ പരിചയമില്ല. കാരണം നേരിട്ട് പരിചയം എന്ന് വെച്ചാൽ RJ സൂരജിനെ അറിയാം. എന്നിരുന്നാലും ഒരു ഒട്ടനവധി തവണ നമ്മൾ റേഡിയോയിൽ പല പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വരുമ്പോഴൊന്നും ഇദ്ദേഹത്തെ കാണില്ല റേഡിയോയിൽ. എന്നാൽ ഫുൾ ടൈം റേഡിയോയിൽ പുള്ളിയുടെ ശബ്ദമാണ് നമ്മൾ വണ്ടിയിൽ എപ്പോഴും കേൾക്കാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു മോട്ടിവേറ്റർ, ഇൻഫ്ലുവൻസർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ഖത്തർ മലയാളികളുടെ സ്വന്തം ചെന്നൈയിലുള്ള RJ സൂരജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിനായിട്ട് പ്ലീസ്. വന്ന വഴിയിലൂടെ പരിചയപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അവരെ ഞാൻ ഓർമ്മിക്കുന്നു. വീണ്ടും വീണ്ടും പരിചയങ്ങൾ പുതുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഖത്തറിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതായത് ഇന്ന് നമ്മളിവിടെ കാണുന്ന ആള് നാളെ വീണ്ടും മറ്റൊരു സ്ഥലത്ത് വീണ്ടും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. സോ ഒരു ഫാമിലി ബോണ്ടിങ് ഏറ്റവും നന്നായിട്ടുള്ള GCC രാജ്യങ്ങളിലൊന്ന് തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഖത്തർ തന്നെയാണ്. അപ്പോ അത് വീണ്ടും വീണ്ടും നമുക്ക് ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ പരിചയങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് പോവുകയാണ്. ഒരുപക്ഷെ 10-20 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുവിധം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും തമ്മിൽ അറിയുന്ന ആൾക്കാരായിരിക്കും. പബ്ലിക് ഇവന്റുകളിലും സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതുണ്ടാവും. അടുത്ത 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇതിലും വേറെ ലെവലിലേക്ക് വരട്ടെ. അന്ന് തട്ടി എന്നല്ല പറഞ്ഞ ഇന്നും തട്ടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു പരിപാടി ഇന്ന് നടക്കുമ്പോൾ ഇത്രയധികം ക്രൗഡ് ഈ ഒരു സമയത്ത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഈ ഒരു പരിപാടിയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അനിയപ്പോഴത്തേക്ക് നൗഷാദൊക്കെ ഞാൻ ആദ്യത്തെ സ്റ്റേജ് പരിപാടി ആങ്കർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നൗഷാദ് ഇവിടെ ഉണ്ടാവില്ല. ആദ്യത്തെ പരിപാടി ആങ്കർ ചെയ്യുന്ന സമയത്ത് അതിൽ പാടുന്ന ആളാണ്. അന്ന് മുതലുള്ള റിലേഷൻ ആണ്. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും മറ്റൊരു പരിപാടിയിൽ കണ്ടുമുട്ടാം. ആ സമയത്തേക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ മെച്ചം ഉണ്ടാവട്ടെ. വേറെ ലെവലിലേക്ക് എല്ലാവരുടെ ജീവിതവും മാറട്ടെ.